don't care what India does with Russia. They can take their dead economies down together for all I care. Really? Let's see the truth. ഇന്ന് സ്വാതന്ത്ര്യം നേടി 78ാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് വിത്ത് $4 trillion GDP. മാത്രമല്ല ലോകത്തിലെ പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും വളർച്ച കൈവരിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. അതും അമേരിക്കയെക്കാളും മുകളിലാണ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്. ഇനി ഡിജിറ്റൽ ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ലോകത്ത് നടക്കുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിൽ 46% സംഭവിക്കുന്നത് ഇന്ത്യയിലാണ്. മാത്രമല്ല ഇതിൽ 80% ഇടപാടുകളും സാധാരണക്കാരൻ നടത്തുന്ന UPI ഇടപാടുകളാണ്. ഇന്ന് ലോകത്തിലെ പല വൻകിട കമ്പനികളും അതും അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള പല വൻകിട കമ്പനികളും ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ തയ്യാറാകുന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്നത് ഇന്ത്യയിലെ യങ് വർക്ക് ഫോഴ്സ് ആണ്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ മീഡിയൻ ഏജ് എന്നത് 28 വയസ്സ് മാത്രമാണ്. ഇനി വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ നോക്കിക്കഴിഞ്ഞാൽ $800 ബില്യൺ മൂല്യമുള്ള കയറ്റുമതിയാണ് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായി നടത്തുന്നത്. മാത്രമല്ല ലോകത്തിൽ ഏറ്റവും അധികം വിദേശ നാണ്യത്തിന്റെ കരുതൽ അതായത് ഫോറക്സ് റിസർവ് ഉള്ള 4ാമത്തെ രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇതൊക്കെയാണെങ്കിലും ദാരിദ്ര്യം, തൊഴിലില്ലായ്മ തുടങ്ങിയ പല വികസന പ്രശ്നങ്ങളും ഇന്ത്യ നേരിടുന്നുണ്ട്. എന്നിരുന്നാലും 2047 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം മറികടന്ന് ഒരു വികസിത ഭാരത് എന്ന് പറയുന്ന ലക്ഷ്യമാണ് നമ്മൾ മുന്നിൽ വെച്ചിട്ടുള്ളത്. സോ ട്രംപ് പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. വി ആർ നോട്ട് ഡെഡ്, വി ആർ അൺസ്റ്റോപ്പബിൾ. സോ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ.